മരിക്കാനായി ഇനി അധികം നാളുകളില്ല. നിങ്ങൾക്ക് ജീവിതത്തിൽ ഇനി അവശേഷിക്കുന്നത് ഏതാനും കുറച്ച് മാസങ്ങളാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് എന്തായിരിക്കും നിങ്ങളുടെ അന്ത്യാഭിലാഷം? ഇവിടെ നമ്മുടെ കഥാനായികയ്ക്ക് ആകെ 3 മാസങ്ങൾ കൂടിയേ അവശേഷിക്കുന്നുള്ളൂ. അവൾ ആഗ്രഹിക്കുന്നത് പ്രണയമാണ്. അതും അവൾ കഴിഞ്ഞ 10 വർഷമായി മനസ്സിൽ കൊണ്ടു നടക്കുന്ന അവളുടെ സെലിബ്രിറ്റി ക്രഷിന്റെ പ്രണയം. അത് സാധ്യമാകുമോ? അവരൊക്കെ വലിയ ആളുകളല്ലേ. ഇവളൊരു സാധാരണക്കാരി പെൺകുട്ടിയും. അതിനായി ഒരു പോം വഴിയും കണ്ടെത്തുന്നു. എന്താണ് ആ പോം വഴി എന്നതും തുടർന്ന് നടക്കുന്ന രസകരമായ കാര്യങ്ങളും പറഞ്ഞ് 2017 റിലീസായ ലാസ്റ്റ് മിനിറ്റ് റൊമാൻസ് എന്ന വളരെ മനോഹരമായ ഒരു കഥയാണ് ഇന്ന് നിങ്ങൾ മൂവി മാനിയയിലൂടെ കാണാൻ പോകുന്നത്. നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കടക്കാം. കഥ തുടങ്ങുന്നത് ഒരു എമർജൻസി കോൾ സെന്ററിൽ ഫസ്റ്റ് റെസ്പോണ്ടറായി ജോലി ചെയ്യുന്ന നമ്മുടെ കഥാനായികയായ ബെക്സിയെ കാണിച്ചുകൊണ്ടാണ്. ഡിപ്രസ്ഡ് ആയി മരണത്തിന്റെ വക്കിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യാനായൊക്കെ മനസ്സിൽ ഉറപ്പിച്ച ആ ഒരു സ്റ്റേജിൽ നിൽക്കുന്ന ആളുകളൊക്കെ കൂടുതലായും ഒരു സ്ട്രെസ് റിലീഫിന്, അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരു ലാസ്റ്റ് ഹോപ്പ് എന്ന രീതിയിൽ അവരെ കേട്ടിരിക്കാൻ ഒരാൾ എന്ന രീതിയിലൊക്കെ ഈ ഒരു എമർജൻസി കോൾ സെന്ററിലേക്ക് വിളിക്കാറുണ്ട്. അവരെ സാന്ത്വനിപ്പിച്ച് സംസാരിക്കാറുള്ള ബെക്സി അവളുടെ ക്യാൻസറിന്റെ 3ാം സ്റ്റേജിലാണ് ഇപ്പോൾ ഉള്ളത്. വെറും 27 വയസ്സ് മാത്രമുള്ള ബെക്സിക്ക് അവളുടെ അസുഖത്തെ തുടർന്ന് ഇനി 3 മാസങ്ങൾ കൂടിയേ ആയുസുള്ളൂ. അത് അറിഞ്ഞുകൊണ്ടും അതിനെപ്പറ്റി അധികം ചിന്തിച്ച് വിഷമിക്കാതെ ജീവിതത്തിൽ കേട്ടിരിക്കാൻ ഒരാളെ വേണമെന്ന് തോന്നുന്ന ആളുകൾക്ക് അവൾ ഫോൺ കോളിലൂടെ റിലീഫ് നൽകുന്നു. തന്റെ അവസാന നാളുകൾ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടട്ടെ എന്നാണ് അവൾ കരുതുന്നത്. കൂടാതെ മരിക്കുന്നതിന് മുന്നേ പൂർത്തീകരിക്കേണ്ട അവളുടെ ആഗ്രഹങ്ങളുടെ ഒരു ലിസ്റ്റ് അവൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഏകദേശം ഒരു 5 ആഗ്രഹങ്ങളോളമാണ് അതിലുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആഗ്രഹം, അല്ലെങ്കിൽ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് ജിസൂൾ എന്ന ഒരു ഫേമസ് ആയ ആക്ടറിനെ നേരിട്ട് കാണണം, അദ്ദേഹം ഒന്ന് പ്രണയിക്കണം എന്നതൊക്കെയാണ്. കാരണം കഴിഞ്ഞ 10 വർഷത്തോളമായി ടിവിയിലൂടെ ജിസൂളിനെ കണ്ട് വളരെയധികം ക്രഷ് അടിച്ചിരിക്കുകയാണ്. അവളുടെ സെലിബ്രിറ്റി ക്രഷ് ആണ് അയാൾ. ബെക്സിയുടെ വളരെ ക്ലോസ് ആയ ഒരു ഫ്രണ്ട് ഉണ്ട്. അയാൾ ഒരു ആരാധനാലയത്തിൽ മോങ്കാണ്. ബെക്സിയെ പറ്റിയുള്ള കാര്യങ്ങൾ അറിയാവുന്ന ഫ്രണ്ട് അവളോട്, നീ ഒരു ഓഡിഷൻ നടത്ത്, പല പോപ്പുലർ ആയ സെലിബ്രിറ്റീസിന്റെയും ഡ്യൂപ്പ് ഇല്ലേ, അതേപോലെ ജിസൂളിന്റെ ഡ്യൂപ്പ് ഉറപ്പായും കാണും. അങ്ങനെ ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ അയാളോട് കുറച്ചു നാള് നിന്നെ പ്രണയിക്കുന്നത് പോലെ അഭിനയിക്കാനായി പറയാം, ജിസൂളിന്റെ അതേ മാനറിസംസോടെ. അങ്ങനെ ആവുമ്പോ ജിസൂൾ യഥാർത്ഥത്തിൽ നിന്നെ പ്രണയിക്കുന്നത് പോലെ നിനക്ക് തോന്നുമല്ലോ എന്നെല്ലാം സുഹൃത്ത് പറയുമ്പോൾ അത് നല്ലൊരു ഐഡിയ ആണല്ലോ എന്ന് ബെക്സിക്ക് തോന്നുന്നു. അങ്ങനെ അവൾ അവളുടെ ആവശ്യം പറഞ്ഞുകൊണ്ട് ഒരു പരസ്യം ഇടുന്നു. ആ പരസ്യത്തിന് നല്ല റെസ്പോൺസ് ആണ് വരുന്നത്. അടുത്ത ദിവസം തന്നെ അവൾ ഓഡീഷൻ നടത്തുകയാണ്. ജിസൂളിന്റെ മാനറിസംസും ലുക്കും ഒക്കെയുള്ള ഒരാളെ തിരഞ്ഞെടുക്കാനായി. കുറച്ചധികം പേര് അതിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിലും പ്രതീക്ഷിച്ച പോലെ അവരെ കാണുമ്പോഴോ അവരോട് മിണ്ടുമ്പോഴോ ഒന്നും അവൾക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ ഒന്നും കിട്ടുന്നില്ല. സെലക്ട് ചെയ്യുന്ന ആൾക്ക് ഇങ്ങനെ അഭിനയിക്കുന്നതിന് നല്ലൊരു തുക തന്നെയാണ് അവൾ ഓഫറും ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൾ റിജക്ട് ചെയ്യുമ്പോൾ ഓഡിഷൻ അറ്റൻഡ് ചെയ്യാൻ എത്തിയവരൊക്കെ സങ്കടത്തിലാകുന്നുണ്ട്. ഒത്തിരി പേരെ ഓഡിഷൻ ചെയ്ത് റിജക്ട് ചെയ്ത് ആകെ നമ്മുടെ ബെക്സിയും കുഴയുന്നു. അന്നത്തെ ഓഡിഷൻ എല്ലാം നിർത്തി കഴിയുമ്പോൾ ബെക്സിയുടെ ഉള്ളിലെ സങ്കടം മനസ്സിലാക്കുന്ന സുഹൃത്ത് പ്രാർത്ഥിക്കുകയാണ് ദൈവത്തോട്. ബെക്സി മരിക്കാൻ ഇനി വളരെ കുറച്ച് നാളെ ബാക്കിയുള്ളൂ. അതിനുള്ളിൽ അവളുടെ ആഗ്രഹം പോലെ അവളുടെ അവസാന നാളുകൾ സന്തോഷകരമായി ജീവിക്കാൻ അവൾക്ക് സാധിക്കണേ ദൈവമേ. ജിസൂളിനെ പോലെയുള്ള ഒരാളെ അവളുടെ മുന്നിൽ കൊണ്ടെത്തിക്കണേ ദൈവമേ എന്നെല്ലാം. ഇതേ സമയം നമ്മുടെ കഥാനായകനായ ജൂനിനെ കാണിക്കുന്നു. ജൂൺ സിനിമാ നടനാകണം എന്ന അതിയായ ആഗ്രഹത്തിൽ നടക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ്. പക്ഷേ അവന് നന്നായി അഭിനയിക്കാനുള്ള ടാലന്റ് ഉണ്ടായിട്ടും വളരെ കഷ്ടപ്പെട്ട് ഓഡീഷൻസിൽ പെർഫോം ചെയ്തിട്ടും അവനെ ആരും തന്നെ സെലക്ട് ചെയ്യുന്നില്ല. കാരണം അവന്റെ ലുക്കാണ്. അവന് ഫേമസ് സെലിബ്രിറ്റി ആയ ജിസൂളിന്റെ ലുക്കാണുള്ളത്. അതുകൊണ്ട് തന്നെ ആരും അവനെ അവരുടെ ഡ്രാമകളിലേക്കോ സിനിമകളിലേക്കോ എടുക്കാനായി താല്പര്യപ്പെടുന്നില്ല. കൂടാതെ ഈ ഒരു കാരണം കൊണ്ട് തന്നെ അവന് അവന്റെ പാഷനെ പിന്തുടരാൻ സാധിക്കുന്നില്ല. അവന്റെ തന്നെ ഐഡന്റിറ്റിയിൽ അവനെ ആരും തിരിച്ചറിയുന്നില്ല. അയ്യേ, നീ ആ ജിസൂളിനെ കോപ്പി അടിച്ച് നടക്കുന്നവനല്ലേ എന്നെല്ലാമാണ് അവനെ ആളുകൾ സംബോധന വരെ ചെയ്യുന്നത്. അതിലാകെ മനോവിഷമത്തിൽപ്പെടുന്ന ജൂൺ ഒരു പ്ലാസ്റ്റിക് സർജറി ചെയ്യാനായി തീരുമാനിച്ച് ഡോക്ടറിനെ ചെന്ന് കാണുന്നു. പക്ഷേ സർജൻ പറയുന്നത് ഇതൊന്നും നടക്കില്ല. കാരണം ഒരു മെഡിക്കൽ എമർജൻസി ഇല്ലാത്ത സിറ്റുവേഷൻസിൽ പ്ലാസ്റ്റിക് സർജറി കോഡ് ഓഫ് എത്തിക്സിന് വിരുദ്ധമാണ്. ഇനി അതും പോട്ടെന്ന് വെക്കാം. എങ്കിൽ പോലും ജൂണിന്റെ കയ്യിലുള്ള കാശ് പ്ലാസ്റ്റിക് സർജറി ചെയ്യാനായി തികയില്ല. ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ജൂൺ ആകെപ്പാടെ നിരാശയിലാകുന്നു. അങ്ങനെ ആകെപ്പാടെ വിഷമിച്ച് നടക്കുന്ന ജൂൺ ആ പാലത്തിലൂടെ നടക്കുകയായിരുന്നു. ആത്മഹത്യകൾക്ക് വളരെ ഫേമസ് ആയ പാലമാണത്. അങ്ങനെ മനസ്സ് തകർന്ന് നടക്കുന്ന അവൻ ആ സമയം അവിടെ ഒരു ഫോണും എമർജൻസി ഹെൽപ്പ് ലൈൻ നമ്പറും ശ്രദ്ധയിൽപ്പെടുന്നു. പൊതുവെ ഈ പാലം ആത്മഹത്യകൾക്ക് ഫേമസ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ഇവിടെ നിന്ന് ചാടിച്ചാകാറുണ്ടല്ലോ. അങ്ങനെയുള്ളവർക്ക് ഒരു ലാസ്റ്റ് മിനിറ്റ് ഹോപ്പ് എന്ന രീതിയിലാണ് ഇവിടെ ഈ ഫോണും എമർജൻസി കെയർ നമ്പറും നൽകിയിരിക്കുന്നത്. ഇത് നമ്മുടെ ബെക്സി ജോലി ചെയ്യുന്ന അതേ സ്ഥാപനത്തിലെ നമ്പറാണ്. അങ്ങനെ ഉള്ളിലെ സങ്കടങ്ങളൊക്കെ
ആരോടെങ്കിലും തുറന്ന് സംസാരിക്കാനായി ജൂൻ ആ നമ്പറിൽ കോൾ ചെയ്യുമ്പോൾ കോള് കണക്ട് ആവുന്നത് ബേക്സിക്കാണ്. ഈ സമയം അവളാണെങ്കിൽ അവളുടെ ക്രഷിന്റെ ഫോട്ടോയെ നോക്കിയിരിക്കുകയായിരുന്നു. കോൾ അറ്റൻഡ് ചെയ്യുന്ന അവൾ സർപ്രൈസ്ഡ് ആവുകയാണ്. കാരണം വിളിച്ചിരിക്കുന്ന ആളുടെ സങ്കടം അവനെ കണ്ടാൽ ഫേമസ് സെലിബ്രിറ്റി ആയ ജിസൂളിനെ പോലെ ഇരിക്കുന്നു എന്നതാണല്ലോ. അത് കേട്ട പാതി കേൾക്കാത്ത പാതി ബേക്സി വേഗം ആ ഒരു പാലത്തിന്റെ അടുത്തേക്ക് എത്തുന്നു. കാരണം ഓൾറെഡി ഇവരുടെ സ്ഥാപനം ഈ പാലത്തിന്റെ അടുത്തായിട്ട് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. കാരണം ഇവിടെ എത്തുന്ന ആളുകളാണ് കൂടുതലായും ഈ ഒരു സർവീസ് ഉപയോഗിച്ച് ഇവരെ കോണ്ടാക്ട് ചെയ്യുന്നത്. ജൂണിനെ കാണുന്ന അവൾ അടിമുടി ഷോക്ക് ആവുന്നു. കാരണം അവൾ ഓഡിഷൻ നടത്തി ജിസൂളിനെ പോലെ ഇരിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന പല ആളുകളെ ആ ഓഡിഷനിൽ വെച്ച് കണ്ടു. പക്ഷെ ഒരാൾ പോലും ഒരു രീതിയിൽ അവളെ സാറ്റിസ്ഫൈ ചെയ്തില്ല. പക്ഷെ ജൂൺ പെർഫെക്റ്റ് ചോയ്സ് ആയിരുന്നു. ഒട്ടും സമയം കളയാതെ തന്റെ ആഗ്രഹം ജൂണിനോട് പറയുന്നു. അതായത് ജിസൂളിനെ പോലെ ഇരിക്കുന്ന ജൂൺ ജിസൂളായി കുറച്ചു നാൾ തന്നെ പ്രണയിച്ച് നടക്കണമെന്നത്. അത് കേട്ട ഉടനെ തന്നെ ജൂൺ പറ്റില്ല എന്ന് പറയാണ്. ആ സമയം ബേക്സി ക്യാഷ് ഓഫർ ചെയ്യുന്നുണ്ട്. സമ്മതമാണെങ്കിൽ കോൺടാക്ട് ചെയ്യണമെന്ന് പറഞ്ഞ് ഇവരുടെ ഈ ഒരു കോൺട്രാക്ട് സംബന്ധിച്ച് ചില ഡോക്യുമെന്റ്സും കൊടുക്കുന്നു. ജൂൺ പിന്നീട് അവന്റെ താമസ സ്ഥലത്തെത്തി റൂംമേറ്റിനോട് ഈ കാര്യം പറയാണ്. ഇതെല്ലാം കേട്ട് ആ ഡോക്യുമെന്റ്സ് വായിക്കുന്ന റൂംമേറ്റ്, വലിയൊരു തുക തന്നെയാണല്ലോ അവള് നിനക്കായി ഓഫർ ചെയ്തിരിക്കുന്നത്, നിനക്കൊന്ന് അഭിനയിച്ചൂടെ? ഓൾറെഡി നിന്നെ കണ്ടാൽ ആ നടനെ പോലെയല്ലേ ഇരിക്കുന്നത്, അതുകൊണ്ട് നിനക്ക് വലിയ പാടുമില്ല. അങ്ങനെ അഭിനയിച്ച് ഈ ക്യാഷ് സ്വന്താക്കിയാൽ നിനക്ക് ഇഷ്ടമുള്ളത് എന്തും ചെയ്യാം, പ്രത്യേകിച്ച് പ്ലാസ്റ്റിക് സർജറി. അത് ചെയ്യാനേ നിന്റെ കയ്യിലുള്ള കാശ് തികയില്ലല്ലോ. അപ്പൊ ഈ രീതിയിൽ സമ്പാദിച്ച് ചെയ്യട എന്നെല്ലാം സുഹൃത്ത് പറയുമ്പോൾ അത് നല്ലൊരു ഡീലാണെന്ന് തോന്നിയ ജൂൺ ഉടനെ തന്നെ ബേക്സിയെ കോണ്ടാക്ട് ചെയ്യുന്നു. ഇത് കേൾക്കുന്ന അവൾ വളരെ ഹാപ്പി ആകുന്നു. കാരണം അവളുടെ ആഗ്രഹം പൂവണിയാൻ പോവുകയാണ്. ഈവൻ ഇത് ഒറിജിനൽ ജിസൂൾ അല്ല, ഡ്യൂപ്ലിക്കേറ്റ് ആണെങ്കിൽ പോലും. അങ്ങനെ പിന്നീട് അങ്ങോട്ട് കുറച്ചു ദിവസം ജൂൺ വളരെയധികം പ്രാക്ടീസിലും ഒബ്സർവേഷനിലുമായിരുന്നു. എങ്ങനെയാണ് ജിസൂൾ നടക്കുന്നത്, സംസാരിക്കുന്നത്, മിണ്ടുന്നത്, ഡ്രസ് ഇടുന്നത്, ഹെയർ സ്റ്റൈൽ ചെയ്യുന്നത്, അങ്ങനെ പല കാര്യങ്ങളും അവൻ ഒബ്സർവ് ചെയ്യുന്നു. തുടർന്ന് ഇവരുടെ ഫസ്റ്റ് ഡേറ്റിന്റെ ദിവസം വന്നെത്തുകയാണ്. ബേക്സി വളരെ ആകാംക്ഷയിൽ ജൂൺ എത്താനായി വെയിറ്റ് ചെയ്യുന്നു. പക്ഷെ എത്തുന്ന അവനെ കാണുന്ന അവൾ വളരെ അധികം അപ്സെറ്റ് ആകുന്നു. കാരണം ഇവൻ ഇപ്പോൾ ധരിച്ചിരിക്കുന്ന വേഷമോ അല്ലെങ്കിൽ ഹെയർ സ്റ്റൈലോ അവന്റെ മുന്നത്തെ ലുക്കിനെ അടിമുടി മാറ്റി കളയുന്ന ഒന്നായിരുന്നു. മുന്നേ ഇവനെ കണ്ടാൽ കറക്റ്റ് ജിസൂളിനെ പോലെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഇവൻ ഇങ്ങനെ ഒരുങ്ങിക്കെട്ടി വന്നപ്പോ വേറൊരാളെ പോലെയാണ് ഉള്ളത്. അവൾക്ക് ആകെ സങ്കടം വരുന്നു. കൂടാതെ അവൾ ഇതുവരെ പറയാത്ത ഒരു കാര്യം അവനോട് തുറന്നു പറയാണ്. അതായത് അവൾ ക്യാൻസറിന്റെ 3ാം സ്റ്റേജിലാണുള്ളതെന്നും ഇനി അവൾക്ക് ആകെപ്പാടെ 3 മാസങ്ങളെ ബാക്കിയുള്ളൂവെന്നും അതിനുള്ളിൽ അവളുടെ അന്ത്യാഭിലാഷങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കഴിഞ്ഞ 10 വർഷങ്ങളായി അവളുടെ സെലിബ്രിറ്റി ക്രഷായ ജിസൂളിനെ ഡേറ്റ് ചെയ്യുക എന്നത്. പക്ഷെ അത് ഒരിക്കലും സാധ്യമല്ലാത്ത കാര്യമായതുകൊണ്ട് തന്നെ അയാളെ പോലെ ഇരിക്കുന്ന ഒരാളെന്ന് കരുതിയാണ് ഈ ഒരു കാര്യത്തിന് താൻ ഇറങ്ങി പുറപ്പെട്ടതെന്ന്. തന്റെ മുന്നിൽ നിൽക്കുന്ന ഈ പെൺകുട്ടി മരണത്തിന്റെ വക്കിൽ നിൽക്കുന്നവളാണെന്ന കാര്യം മനസ്സിലാക്കുന്ന ജൂന്റെ മുഖത്ത് വളരെയധികം സീരിയസ് ഭാവം വരുന്നു. അവൻ അടുത്ത ഡേറ്റിന് ഞാൻ നന്നായി ജിസൂളിനെ പോലെ തന്നെ വരാം, അപ്പോഴത്തേക്ക് ഒന്ന് ക്ഷമിക്കെന്ന് പറയുന്നു. അങ്ങനെ അവൻ കൊണ്ടുവന്ന പൂവൊക്കെ അവൾക്ക് കൊടുക്കുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് തിരിച്ച് താമസ സ്ഥലത്തെത്തി റൂംമേറ്റിനോട് ജൂൺ സംസാരിക്കുന്നതാണ്. ഈ കഥ കേൾക്കുമ്പോൾ റൂംമേറ്റിന് എന്തുകൊണ്ട് ഇതൊരു വെബ്റ്റൂൺ ആക്കി മാറ്റിക്കൂടെ എന്ന് തോന്നുന്നു. കാരണം ഈ റൂംമേറ്റിന്റെ ജോലി തന്നെ വെബ്റ്റൂൺസ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. പക്ഷെ അവന്റെ വെബ്റ്റൂൺസ് ഒട്ടും പോപ്പുലർ അല്ല, അതിന് ഒരുപാട് ഫാൻസും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പോൾ ഇത് നല്ലൊരു സ്ട്രൈക്കിംഗ് ഐഡിയ ആയിരിക്കും. മരിക്കാൻ പോകുന്ന പെൺകുട്ടി അവളുടെ അന്ത്യാഭിലാഷം നടത്താനായി ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അങ്ങനെ അവൻ കുത്തിയിരുന്ന് വെബ്റ്റൂൺ റെഡിയാക്കുന്നു. ആ വെബ്റ്റൂൺ റെഡിയാക്കാൻ നേരം നമ്മുടെ നായിക, അതായത് ബേക്സിയുടെ രൂപത്തെ ഒരു കാണാനൊന്നും ഭംഗിയില്ലാത്ത ഒരു തല്ലിപ്പൊളി പെണ്ണെന്ന രീതിയിലാണ് ജൂൺ ഡിസ്ക്രൈബ് ചെയ്ത് കൊടുത്തത്. അതുകൊണ്ട് തന്നെ റൂംമേറ്റ് ആ രീതിയിലാണ് ക്യാരക്ടേഴ്സിനെയൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. എന്തായാലും വെബ്റ്റൂൺ പോസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അതങ്ങ് കയറി ഇവൻ പ്രതീക്ഷിക്കാത്ത രീതിയിൽ വൈറലാകുന്നു. ഒരുപാട് പേർക്ക് ഇത് ഇഷ്ടപ്പെടുന്നു. ഒരുപാട് പേര് അടുത്തടുത്ത കാര്യങ്ങൾ എന്താണ് നടക്കുന്നതെന്ന് അറിയാൻ വളരെയധികം ഇൻട്രസ്റ്റഡ് ആകുന്നു. അങ്ങനെ പിന്നീട് അങ്ങോട്ട് ഡേറ്റിംഗ് ചെയ്യുന്ന സമയം ജൂൺ വളരെയധികം ശ്രദ്ധിക്കുന്നുണ്ട് അവന്റെ പ്രസൻസ് ബേക്സിക്ക് യഥാർത്ഥ ജിസൂൾ അടുത്തുള്ളതുപോലെ തോന്നണം എന്ന കാര്യത്തിൽ. അങ്ങനെ ഡേറ്റിംഗിന്റെ ഇടയിൽ പതിയെ ജൂണിന് ബേക്സിയോട് ഒരു താല്പര്യം ഉള്ളിൽ തോന്നാൻ തുടങ്ങുന്നു. ഇവർ പരസ്പരം പല കാര്യങ്ങളെപ്പറ്റി മനസ്സ് തുറന്ന് സംസാരിക്കുന്നു. പക്ഷേ തന്റെ ഉള്ളിൽ തോന്നുന്ന പ്രണയത്തെ പറ്റി മാത്രം ജൂൺ പറയുന്നില്ല. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ജൂണിനെ കാണാനായി ബേക്സി എത്തുന്ന സമയത്താണ് ഒരു സുഹൃത്ത് വഴി അവൾക്ക് ഒരു വെബ്റ്റൂണിന്റെ ലിങ്ക് കിട്ടുന്നത്. ആ വെബ്റ്റൂൺ നമ്മുടെ ആ റൂംമേറ്റ് അപ്ലോഡ് ചെയ്യുന്ന വെബ്റ്റൂൺ ആണ്. അത് കാണുന്ന അവൾക്ക് വളരെയധികം സങ്കടമാകുന്നു. അതിൽ പറയുന്നത് അവളുടെ കഥയാണ്. ജൂൺ പോയി പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ വെച്ചാണ് ഈ വെബ്റ്റൂൺ ചെയ്യുന്നതെന്നും അവൾക്ക് മനസ്സിലാകുന്നു. തന്നെ വളരെ മോശപ്പെട്ട ഒരു ക്യാരക്ടറായിട്ടാണ് അതിൽ ചിത്രീകരിച്ചതെന്നെല്ലാം മനസ്സിലാക്കുന്ന ഇവൾക്ക് വളരെ അധികം സങ്കടം വരുന്നു. അതേ തുടർന്ന് ജൂണിനോട് ഈ കാര്യം പറഞ്ഞ് ബേക്സി വഴക്കിടുന്നു. അവൾക്ക് ജൂണിനോട് ഇപ്പോൾ വളരെ വലിയ ദേഷ്യമാണുള്ളത്. ഡേറ്റിംഗ് ഫേക്ക് ആണെങ്കിൽ പോലും തുടർന്നു കൊണ്ടുപോകാൻ അവൾക്ക് ഇനി താല്പര്യമില്ല. കോൺട്രാക്ട് ഇവിടം കൊണ്ട് താൻ ടെർമിനേറ്റ് ചെയ്യുകയാണെന്നും പറഞ്ഞ പോലെ ഫുൾ തുക താൻ തന്നേക്കാമെന്നും അവൾ പറഞ്ഞ് അവിടെ നിന്ന് പിണങ്ങി പോകുന്നു. ഇതേ സമയം യഥാർത്ഥ ജിസൂൾ ആണെങ്കിൽ ആകെ പ്രശ്നത്തിലാകുന്നു.
കാരണം ജിസുൾ ഒരു പെൺകുട്ടിയെ ഡേറ്റ് ചെയ്യാണെന്ന പേരിൽ നമ്മുടെ ജൂനും ബേക്സിയും നിന്ന് സംസാരിക്കുന്ന ചിത്രങ്ങളൊക്കെ വൈറലാകുന്നു, ന്യൂസിൽ വരുന്നു. ജൂനിനെ കണ്ടാൽ ജിസുളിനെ പോലെ ആയതുകൊണ്ട് തന്നെ അവനെ കാണുന്ന ആളുകൾ അങ്ങനെയാണ് കരുതുന്നത്. അതുകൊണ്ട് തന്നെ ജിസുൾ മാനേജറിനോട് എനിക്ക് ന്യൂസിലുള്ള പെൺകുട്ടിയെ ഉടനടി കാണണമെന്ന് പറഞ്ഞ് അവളെ പറ്റിയുള്ള ഡീറ്റെയിൽസ് കണ്ടെത്തി അവളെ കാണാനായി ചെല്ലുന്നു. ആദ്യം ജിസുളിനെ കാണുമ്പോൾ ഇതാ ജൂൻ ആയിരിക്കുമെന്ന് കരുതി ബേക്സി വലിയ കാര്യമാക്കുന്നില്ല. പക്ഷെ പിന്നീടാണ് അവൾക്ക് ഇത് അവളുടെ ക്രഷ് ആണെന്ന കാര്യം മനസ്സിലാവുന്നത്. അവൾ വളരെയധികം ഷോക്കാവുന്നു. ജിസുൾ ആണെങ്കിൽ ഇവിടെ എത്തിയിരിക്കുന്നത് മീഡിയയുടെ മുന്നിൽ പ്രചരിച്ച ഫോട്ടോ എല്ലാം ഫേക്ക് ആണ്, താൻ ജിസുളിന്റെ വലിയൊരു ആരാധിക ആയതുകൊണ്ട് അങ്ങനെ ചെയ്തതാണെന്ന് വെളിപ്പെടുത്തണമെന്ന ആവശ്യവുമായിട്ടാണ്. ക്രഷിന്റെ ആവശ്യം തള്ളിക്കളയാനായി ബേക്സിക്കാവില്ലല്ലോ. അവൾ അങ്ങനെ മീഡിയയുടെ മുന്നിൽ പറയാമെന്ന് സമ്മതിക്കുന്നു. ഇതേ സമയം ബേക്സിയെ കാണാനായി ജൂൻ എത്തുമ്പോൾ അവൻ കാണുന്നത് വെളിയിൽ റിപ്പോർട്ടേഴ്സിന്റെ മുന്നിൽ ജിസുളും ബേക്സിയും നിൽക്കുന്നതാണ്. ബേക്സി ഇതെല്ലാം ഫേക്ക് ഫോട്ടോസ് ആണെന്ന് പറയുമ്പോൾ റിപ്പോർട്ടേഴ്സ് ഒരിക്കലും അതൊന്നും എഡിറ്റ് ചെയ്ത ഫോട്ടോസ് അല്ലെന്ന് ഞങ്ങൾക്ക് കണ്ടാലേ അറിയാം, പൊട്ടരാക്കാൻ നോക്കണ്ടെന്നൊക്കെ പറയുന്നു. ആ സമയം ജിസുൾ ഞാൻ ഇനി നിങ്ങളോട് സത്യം പറയാം, അതൊന്നും ഫേക്ക് ഫോട്ടോസ് അല്ല, നിങ്ങൾ പറഞ്ഞ പോലെ റിയൽ ഫോട്ടോസ് തന്നെയാണ്. ഈ നിൽക്കുന്നത് എന്റെ വലിയൊരു ഫാനാണ്. ഇവൾ ക്യാൻസർ പേഷ്യന്റ് ആണ്, അധികം വൈകാതെ മരിക്കാൻ പോകുന്നവൾ. ഇവളുടെ ആഗ്രഹത്തിന് വേണ്ടി ഞാൻ അവൾ പറഞ്ഞ പോലെയൊക്കെ അവളുടെ അന്ത്യാഭിലാഷം സഫലമാക്കാനായി ഡേറ്റ് ചെയ്തു എന്നേ ഉള്ളൂ എന്നെല്ലാം ജിസുൾ പറയുന്നു. പക്ഷെ താൻ മരിക്കാൻ പോകുന്ന ഒരു പെൺകുട്ടിയുടെ ആഗ്രഹം സാധിക്കാനായി ഇത്രയും വലിയൊരു കാര്യം ചെയ്തത് മീഡിയ അറിയുന്നതിനോടൊന്നും താല്പര്യമില്ലാത്തത് കൊണ്ടാണ് അത് മറച്ചു വെച്ചത് എന്നൊരു വലിയ കള്ളം ജിസുൾ പറയുമ്പോൾ അത് കേട്ട് നിറകണ്ണുകളോടെ നിൽക്കുകയല്ലാതെ ബേക്സി മറുത്തൊന്നും പറയുന്നില്ല. അവൾ ഒരിക്കലും ഇയാൾ ഇങ്ങനെ ഒരു കാര്യം പറയുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇതെല്ലാം കേട്ടുകൊണ്ട് അവിടെ നിന്ന് ജൂനിന് ഇത് കേട്ടിട്ട് മിണ്ടാതിരിക്കാനാവില്ലല്ലോ. ജിസുൾ പറഞ്ഞതെല്ലാം നുണയാണെന്ന കാര്യം പറയാനായി അവൻ റിപ്പോർട്ടേഴ്സിന്റെ ഇടയിലേക്ക് വരുന്നു. റിപ്പോർട്ടേഴ്സ് ആണെങ്കിൽ ജിസുളിനെയും ജൂനിനെയും കണ്ട് അന്തം വിടാണ്. കാരണം രണ്ടുപേരും കണ്ടാൽ ഒരു അച്ചിൽ വാർത്തെടുത്ത പോലെയുണ്ട്. ഡ്രസ്സിങ്ങും ഹെയർ സ്റ്റൈലും മാത്രമേ വ്യത്യാസമുള്ളൂ. ജൂൻ റിപ്പോർട്ടേഴ്സിന് മുന്നിൽ ആ ഫോട്ടോ ഫേക്ക് അല്ല, ആ ഫോട്ടോയിലുള്ളത് ജിസുളുമല്ല, അതിലുള്ളത് ഞാനാണ്, ഞാനും ഇവളും റിലേഷനിലാണെന്ന് പറഞ്ഞ് ബേക്സിയെ കിസ് ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ ബേക്സിക്കും അവൾ മനസ്സിൽ കൊണ്ട് നടന്ന ജിസുൾ അല്ല, യഥാർത്ഥത്തിൽ നല്ലൊരു മനുഷ്യൻ ജൂനാണെന്ന കാര്യം മനസ്സിലാവുന്നു. പിന്നീട് കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞ് ബേക്സി ഹോസ്പിറ്റലിലായിരിക്കാണ്. അവളുടെ ഹെൽത്ത് കണ്ടീഷൻ ഇപ്പോൾ വളരെയധികം മോശമായിരിക്കുന്നു. എങ്കിലും അവൾ കൂടെ ഇരിക്കുന്ന ജൂണിനോട് വളരെയധികം നന്ദിയോടെ സംസാരിക്കുന്നു, അവളുടെ അവസാന നാളുകൾ മനോഹരമാക്കുന്നതിന്. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് കുറച്ച് നാളുകൾക്ക് ശേഷം ജൂൻ ആളുകൾക്കിടയിൽ വളരെ ഫേമസ് ആയിരിക്കുന്നതാണ്. മുന്നത്തെ പോലെ ജിസൂൾ ആയിട്ടല്ല അവന് ആളുകൾ തെറ്റിദ്ധരിക്കുന്നത്. നേരത്തെ നടന്ന ആ ഒരു ഇഷ്യൂ മൂലം ഇവൻ ആളുകൾക്കിടയിൽ പോപ്പുലർ ആയിട്ടുണ്ടായിരുന്നു. അവനെ അവന്റെ ഐഡന്റിറ്റിയിൽ ഐഡന്റിഫൈ ചെയ്യുന്നു. ഡ്രാമകളിലും സിനിമകളിലും ഒക്കെ റോളുകൾ ലഭിക്കുന്നു. അങ്ങനെ ജീവിതം സ്മൂത്ത് ആയി പൊക്കോണ്ടിരിക്കുകയാണ്. പക്ഷെ അപ്പോഴും അവന്റെ ഉള്ളിൽ അവന്റെ ജീവിതം ഈ രീതിയിലാകാൻ കാരണക്കാരിയായ ബേക്സിയോട് സ്നേഹം മാത്രമാണുള്ളത്. കാരണം അവൾ ഒന്നും അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ലെങ്കിലും അവൾ ചെയ്ത കാര്യങ്ങൾ ഇവന് നല്ല രീതിയിലാണ് അവസാനിച്ചത്. ആദ്യമായി ബേക്സിയെ കണ്ട ആ പാലത്തിന്റെ അവിടെ വന്ന് നിൽക്കുകയാണ് ജൂൻ. ബേക്സി മരിച്ചുവെങ്കിലും ജൂനിന്റെ ഉള്ളിൽ ഇപ്പോഴും എപ്പോഴും അവള് മാത്രമേ ഉള്ളൂ. മരണത്തിന് മുന്നേ ബേക്സിയുടെ അവസാന നാളുകൾ മനോഹരമാക്കാൻ ജൂനിനും ജൂനിന്റെ പിന്നീട് അങ്ങോട്ടുള്ള ജീവിതം മനോഹരമാക്കാൻ ബേക്സിക്കും സാധിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവിടം കൊണ്ട് ഈ കഥ ഇവിടെ അവസാനിക്കുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.